ഇവരൊരു നടത്തത്തിൽ ഉണ്ടായിരുന്ന ഒരു ആശയമാണ്. അപ്പോ ഇന്ന് ബി മാജിക്കിന് ഒരു പ്രത്യേക ദിവസമായി. എന്റെ ക്ലാസ് അല്ല കേട്ടോ, ആർക്കും പറയാൻ പറ്റും. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, സ്പെഷ്യൽ ഡേ ഫോർ ബി മാജിക്. എനിബഡി ക്യാൻ ഗസ്? ഇല്ല, ആരൊന്നുമില്ല, ചാറ്റിംഗ് ഇല്ല. കൊല്ലായി എന്നുള്ളതാണോ? അതെ, കറക്റ്റ്. ഇന്ന് കറക്റ്റ് 5 കൊല്ലം പൂർത്തീകരിക്കുന്ന ദിവസമാണ്. 5 വർഷം ആയി. 1825 ഡിവൈഡഡ് ബൈ 365 ഈസ് ഈക്വൽ ടു 5. എനിക്ക് ഭയങ്കര അത്ഭുതം. വലിയ ഒരു ചെറുതായി തുടങ്ങിയ സംഭവം. പക്ഷെ അന്നൊക്കെ നല്ല, ഞാനിതിന്റെ ആരംഭം മുതലുണ്ട്. ആരംഭം മുതൽ തന്നെ ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം വന്നതിന്റെ. അന്ന് കോവിഡ് കാലഘട്ടമാണ്. എന്റെ സബ്ജക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ന് 4AM ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് ആരും കേട്ടിട്ടുണ്ടോ? നല്ലൊരു രാവിലെ 4 മണിക്ക് എണീക്കുന്നവരൊരു കൂട്ടായ്മ. അപ്പൊ ഞാൻ ചെറുപ്പം അല്ല 10-35 വർഷത്തോളമായി ഞാൻ രാവിലെ, നമുക്ക് ഈ പ്രഭാത നമസ്കാരം ഉള്ളതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കുന്ന ഒരു ശീലമുണ്ട്. പിന്നെ ഒരു 95 മുതൽ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. അന്ന് എന്റെ ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, മൂപ്പരെ കീഴില് ഇങ്ങനെ. അതിനുശേഷം അതിൽ നിന്നാണ് ഞാൻ ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോ മെഡിറ്റേഷനിലേക്ക് വന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ബി മാജിക്കിന്റെ ആ കൾച്ചറിന്റെ കുറെ പഴക്കമുണ്ട്. എൻ്റെ മെഡിറ്റേഷനൊക്കെ 10-25 വർഷം എന്തായാലും ചെയ്തു സ്ഥിരമായിട്ട്. അതിന്റെ എഫക്റ്റും എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഈ 4AM ക്ലബിൽ നിന്നുകൊണ്ടിരിക്കുക എന്റെ മരുമകൻ എന്നോട് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ക്ലബ് ഉണ്ട്, 5AM ക്ലബ്ബ്. അപ്പൊ ഈ 4AM ക്ലബിനുള്ള എനിക്കുള്ള ഡ്രോബാക്ക് എന്താ വെച്ചാൽ, നമ്മൾ നമസ്കാരവും 4AM ക്ലബിന്റെ ക്ലാസ്സും ഏകദേശം ഒരേ ടൈമാണ്. അവർക്ക് അങ്ങനെ 4:30 ക്ലാസ് തുടങ്ങി. അപ്പൊ അത് എനിക്ക് പ്രാക്ടിക്കലി കുറച്ച് വിഷമമാണ്. ഞാൻ പള്ളിന്റെ ഒരു ഭാരവാഹി, അവിടെ കുറെ പ്രശ്നങ്ങളുള്ളപ്പോൾ രാവിലെ അവിടുത്തെ പ്രസൻസ് അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഈ 5AM ക്ലബിൽ ഈ ബി മാജിക്കിലേക്ക് വരുന്നത്. പിന്നെ അന്നു മുതൽ ഇന്ന് വരെ മാക്സിമം പറ്റാവുന്ന യാത്രകളിലായാലും ദൂരം പറ്റുന്നിടത്തുനിന്നൊക്കെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാറുണ്ട്. അതെന്റെ ലൈഫിന് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. പേഴ്സണൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ബാക്കിയുള്ളവരുടെ റെസ്പോൺസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. നമുക്ക് നമ്മളെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ പെരുമാറുമ്പോഴാണല്ലോ നമുക്കതറിയാം. ഇതിൽ നടന്ന 4-5 മീറ്റപ്പില് കുറെ മീറ്റപ്പ് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ എടുത്തു പറയാവുന്ന മീറ്റപ്പ് മലപ്പുറം, വയനാട്ടിലെ ഒരു റിസോർട്ട്, പിന്നെ ഒരു അകലാപ്പുഴയിൽ ഒരു ബോട്ട് യാത്ര, കോഴിക്കോട്, ഇതൊക്കെ ശരിക്ക്. പിന്നെ കുറച്ച് നമ്മൾ കൊണ്ടോട്ടിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫീസിലൊക്കെ. പക്ഷെ അതൊക്കെ ഓരോ മീറ്റപ്പോ നമുക്ക് നല്ല ഓഫ്ലൈൻ മീറ്റിങ്ങിൽ നല്ല എനർജി തന്നിരുന്നു. പല പല വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ പറ്റി. പല ഉദ്യോഗസ്ഥന്മാരായാലും കച്ചവടക്കാരായാലും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും, പലവരെ നമുക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും നമ്മളെ സഹായിക്കാനൊക്കെ പറ്റിയ ഒരു വേദിയാണ്. ഇപ്പൊ 5 കൊല്ലത്തെ 5ാമത്തെ കൊല്ലം. അതപ്പോ എനിക്ക് ഇനി എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ദിവസം. ഞാൻ ഇങ്ങനെ രാത്രി ഇന്നലെ 1825 അപ്പൊ ഇങ്ങനെ കൂട്ടിയതാ. 1825 കറക്റ്റ് 5 കൊല്ലമായല്ലോ. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇതില് കുറെ നല്ല നല്ല വ്യക്തിത്വങ്ങള്, റസാഖ് സാറ്, സൈഫു, പിന്നെ ഇതിൽ കുറെ പോയ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ റാണി മാം,
പിന്നെ ചന്ദ്രിക മാം, അങ്ങനെ കുറെ നല്ല നല്ല വ്യക്തിത്വങ്ങളായിട്ട് അവരിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട്. ചന്ദ്രിക മാം ഒക്കെ വളരെ ഉയർന്ന നിലയിലെത്തി. അവരിവിടെ വന്നപ്പോ ഒരു സാധാ നമ്മളെപ്പോലെ നല്ലൊരു മോട്ടിവേഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒക്കെ നമ്മളിൽ പറയും ഇതൊക്കെ തുടർച്ചയായ നന്മ ഉണ്ട്. അപ്പൊ നമ്മളെന്ത് എവിടെ എത്തിയാലും ഇതിന്റെ ഫൗണ്ടേഴ്സിന് അതിന്റെ ഒരു പെർസെന്റേജ് ചെല്ലും, അതിന്റെ റിട്ടേൺ. അപ്പോ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. നമ്മളെ സബ്ജക്റ്റ് ലൈഫ് സ്കിൽസ് ആണ്, അതായത് ജീവിത നൈപുണ്യം. ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സംഘടന ഉണ്ട്, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവര് കുറച്ച് കഴിഞ്ഞ വർഷത്താണ് അവര് ഇതില് ലൈഫ് സ്കിൽസ് ഒരു ഒന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇറക്കിയത് സംഭവമാണ്. ഒരു 10 ലൈഫ് സ്കിൽസ്. ഇതിൽ നമ്മൾ നൈപുണ്യം നേടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി എന്നാണ്. അപ്പൊ അത് 10 എനിക്ക് അറിയുന്നൊക്കെ ഞാനിപ്പോ പറയാനൊക്കെ ഇതൊന്ന് സ്റ്റഡി നല്ലോണം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് അപ്പൊ സമയത്ത് ഇന്നലെ കുറച്ച് എൻഗേജ്മെന്റ്. ഇനിവേ അതിൽ ആദ്യമായിട്ട് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. നമ്മളറിയാം. നമ്മളെ അറിയാനുള്ള ഒരു വഴി മെഡിറ്റേഷൻ തന്നെ. മെഡിറ്റേഷനിൽ കൂടി യൂണിവേഴ്സ് ഏകദേശം നമ്മളെന്താണ്, എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്, നമ്മുടെ ദൗത്യം എന്താണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, സമൂഹത്തിനോടുള്ള നമ്മുടെ കടമ, ഫാമിലിനോടുള്ള കടമ, വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മളോടുള്ള ലക്ഷ്യങ്ങള്, അതൊക്കെ ഇതിൽ കൂടിയാണ്. എനിക്ക് മെഡിറ്റേഷന് വളരെയധികം ഈ വിഷയത്തിൽ സ്വാധീനം. മെഡിറ്റേഷനും വായനയാണ് എന്നെ കുറെയൊക്കെ. വായന എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ ചെറുപ്പത്തിൽ തുടങ്ങിയത് പൈങ്കിളി വായന. അത് നമ്മളെ ഇതിൽ അറിയുന്ന ന്യൂജൻ അറിയില്ല, അങ്ങനത്തെ എഴുത്തുകാരുണ്ട്, മുട്ടത്ത് വർക്കി, മൊയ്തു വടിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമ്മളൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ലെവലിലാണ്, 10-60 കൊല്ലം. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഡിറ്റക്റ്റീവ് നോവൽസിലേക്ക് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ്സിലെത്തിയപ്പോ ഞാനൊരു 8ാം ക്ലാസ് മുതൽ നമ്മള് പഠിച്ചത് അന്നേ ഞാനും മണിയൊക്കെ ഒരുമിച്ച് പഠിച്ച ഞങ്ങള് ഗണപതി സ്കൂളുണ്ട് കോഴിക്കോട്. അവിടത്തെ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുക. ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ അന്ന് ജോയിൻ ചെയ്യാൻ പറ്റി. അന്ന് ഇംഗ്ലീഷ് മീഡിയം വളരെ ലിമിറ്റഡ് ആണ്. ഒന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ ഒരു 1-2 സ്കൂള് മാത്രമേ കോഴിക്കോട് ഉണ്ടായിട്ടുള്ളൂ. ഗവൺമെന്റ് തുടങ്ങിയപ്പോ അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് വലിയ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആയിരിക്കണം. അത്യാവശ്യം മലയാളം പറഞ്ഞ ഫൈന്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്നും ഫ്ലുവൻ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെട്ടില്ല, എങ്കിലും അന്ന് ഇംഗ്ലീഷ് ഭാഷയായിട്ട് നല്ല ടച്ച് ഉള്ളതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. ഒന്നല്ല ഹാർഡ്ലി ചേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഷെർലക് ഹോംസ്. അതിന് 10 കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഹറോൾഡ് റോബിൻസിന്റെ ബുക്കൊക്കെ വായിച്ചാല് ഒരു സബ്ജക്റ്റ് ആയാലും ഇപ്പൊ എയർപോർട്ടിനാണ് ഒരു പുസ്തകം. എയർപോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് എന്താണ് എന്നുള്ള അതിന്റെ A to Z വർക്ക് ചെയ്യും. നമ്മളിപ്പോ വിമാനത്തിൽ കയറുന്നു പോകണമെന്നുള്ളൂ, പക്ഷെ അതിന്റെ കൗണ്ടർ മുതൽ അതിന്റെ ഉള്ളിൽ എയർ ട്രാഫിക് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിന്റെ കഫ്റ്റീരിയ എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയാണ് അവിടെ എത്തുന്നത്, ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ ടെമ്പറേച്ചർ, ഇതൊക്കെ ഇങ്ങനെ ഒരു നോവൽ സ്റ്റൈലാണ്. 500 പേജ് ബുക്ക് വായിക്കും, പക്ഷെ അത് വായിക്കാൻ വളരെ എളുപ്പത്തിൽ വായിക്കാം. അത്രയും നല്ല റൈറ്റിംഗ് ആണ് ഒരു സബ്ജക്റ്റ്. അത് ഹോസ്പിറ്റലിന്റെ, ഇനിയൊരു ഹോസ്പിറ്റലിലാണെങ്കിലും ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് നമുക്ക് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ ടോപ്പ് ഒരു സംഭവം വേഗം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനകത്ത് ഇപ്പൊ ഒരു മിംസ് ഹോസ്പിറ്റലിന്റെ ഒരു പ്രൊഫസർ കഥ ഇരിക്കും, പക്ഷെ അതിൽ കൂടി എൻറ്റയർ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഈ ഹറോൾഡ് റോബിൻസിന്റെ സ്റ്റൈൽ. അങ്ങനെ കുറെ അഗത ക്രിസ്റ്റി എന്നാണ്, അങ്ങനെ കുറെ പുസ്തകങ്ങൾ വായിച്ചു.
പുസ്തകങ്ങളിൽ കൂടി പിന്നെ എപ്പോഴാണ് ഞാൻ കുറെ കാലങ്ങളായിട്ട് ഈ മോട്ടിവേഷൻ പുസ്തകത്തിലേക്ക് മാറി. മോട്ടിവേഷൻ പുസ്തകത്തിലാകുമ്പോൾ നമുക്ക് ഈ സെൽഫ് അവയർനെസ്സിൽ മോട്ടിവേഷൻ പുസ്തകം നല്ല സ്വാധീനമാണ്. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് വായിച്ച ഈ വൈറ്റ് മാജിക് എഴുതിയത് നമ്മളെ രാമേന്ദ്രൻ സാറാണ്. രാമേന്ദ്രൻ സാറിന് ആർക്കും അറിയാം, ജ്യോതി ലാബ് ആർക്കെ പറയാൻ പറ്റുമോ? ജ്യോതി ലാബ് എന്താ ഒരു പ്രോഡക്റ്റ്? ഉജാല അല്ല, ഞാൻ നിങ്ങളവിടെ ഉണ്ടോന്ന് അറിയണ്ടേ. അപ്പൊ അദ്ദേഹം വീട്ടിന്റെ അടുത്ത് ഒരു ഷെഡില് ഏട്ടനും അഞ്ചന്മാരും ഒരു പണിക്കാരനൊക്കെ ഉള്ളു ആയിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. ആ സംഭവം ഇന്നിപ്പം അയാളുടെ മകളാണ് ഇപ്പോഴത്തെ മാനേജ്മെന്റ്, മകളും മരുമകനൊക്കെ നടത്തുന്നത്. അവര് ഇന്നിപ്പോ 1000-10000 കോടിന്റെ ടേൺ ഓവർ ഉള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയായി മാറി. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ അയാൾ സ്ട്രഗിൾ ചെയ്തത് അയാൾ പറഞ്ഞ അയാൾ ടേൺ ഓവർ അയാൾ നിർത്താന്ന് വെച്ചതാണ്. അത്ര മതി, ഇത് നടക്കൂല എന്ന് വെച്ചിട്ട് അയാൾക്ക് ഒരു ദിവസം ഇങ്ങനെ ആ മൂന്നിൽ ഇരിക്കുമ്പോഴാണ് കോട്ടക്കലുള്ള ഒരു സ്ത്രീ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു 100 ബോട്ടിൽ വേണം. അയാൾ പറയണം, ആ ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തി. അപ്പൊ ഓരോ ടേണിംഗ് പോയിന്റ് നമ്മൾ വെറും ഒരു 100 ബോട്ടിൽ, ആ സ്ത്രീ എനിക്കൊരു 100 ബോട്ടിൽ നിങ്ങളെ ഉജാല വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത. ഇയാള് ഡെസ്പായിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് മൂപ്പർ പിന്നെ പിടിച്ചിട്ട് കിട്ടി, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അങ്ങനെ ഓരോരുത്തരുടെ കഥകളുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പം ഇയാളെ ഷൂ ഡോഗ് എന്നാണ് ഫിൽ നൈറ്റിന്റെ ഒരു പുസ്തകമുണ്ട്, ഷൂ ഡോഗ്. ഫിൽ നൈറ്റ് എന്ന് പറഞ്ഞ അയാള് ഒരു ഡജൻ ഷൂ ആയിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. ഒരു ഡജൻ ഷൂ ജപ്പാനിൽ പോയിട്ട് വരുമ്പോ $50 ഒരു ഡജൻ ഷൂ, 12 ഷൂ ആയിട്ട് വന്ന് തുടങ്ങിയ ആ സാമ്രാജ്യമാണ് ഇന്ന് നൈക്ക്. എവിടെ എത്തി? ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനികളിൽ പെട്ട ഈ പ്ലാറ്റിനം കമ്പനീസ് എന്ന് പറയില്ലേ, അതിൽ പെട്ട ഒരു കമ്പനിയാണ്. ഇയാളെ ചരിത്രം ഇങ്ങനെ വായിക്കും. ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ ഇപ്പൊ അബ്ദുൽ കലാമിന്റെ ചരിത്രം, അയാള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേപ്പർ രാവിലെ തന്നെ രാമേശ്വരം സ്റ്റേഷനിൽ കാത്തിക്കുക, പേപ്പർ കെട്ടി എറിഞ്ഞു കൊടുക്കല. എന്നിട്ട് ആ പേപ്പർ കംപ്ലീറ്റ് എല്ലാ വീട്ടിലെത്തിച്ച് അത് കഴിഞ്ഞിട്ട് മൂപ്പര് മദ്രസ പോവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അവിടെ രാമേശ്വരം ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ് മൂപ്പര ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തികളെ ഇങ്ങനെ നമ്മൾ ഓരോ ഓട്ടോബയോഗ്രഫി വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് അപ്പൊ ഇതൊക്കെ നമ്മൾ സെൽഫ് അവയർനെസ്സിനെ വളരെയധികം സാധിക്കും. പിന്നീട് പറയുന്നത് നമ്മളെ പ്രശ്നങ്ങൾ, ഏത് ലൈഫിലും പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാം, അതൊരു കഴിവാണ്. ലൈഫ് സ്കില്ലിലെ രണ്ടാമത്തെ പ്രോബ്ലം സോൾവിങ്. ഈ പ്രോബ്ലം സോൾവിങ്ങിൽ ആ പ്രശ്നം എന്താണ്, അതിന്റെ അടിത്തറയിൽ ചെന്ന് അതെങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഏത് വിഷയം ഉണ്ടല്ലോ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പോവാം. നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുക ഒരു വിഷയത്തിൽ. അപ്പം നമുക്കത് അപ്പൊ അത് പോസിറ്റീവ് ബി മാജിക്കിന് വന്നതിന്റെ ശേഷമുള്ള എൻ്റെ വലിയൊരു കൾച്ചർ പോസിറ്റീവ് മൈൻഡ്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ സമയം കടന്നു പോകും. ഞാനിപ്പോ നല്ലൊരു എൻ്റെ ഫാമിലിയിൽ ഒരു ഹെൽത്ത് പ്രോബ്ലം ഇപ്പൊ 2 മാസം മുമ്പുണ്ടായിരുന്നു. വളരെ സീരിയസ് പ്രോബ്ലം ആണ്. അത് എങ്ങനെയിട്ടാണാവാം, ഏത് ലൈനില്. പക്ഷെ എനിക്ക് അപ്പോഴും അത് പോസിറ്റീവായിട്ട് ഞാൻ റിയാക്ട് ചെയ്തു, അല്ല റെസ്പോണ്ട് ചെയ്തപ്പോ എനിക്ക് പ്രശ്നമേ ഉണ്ടായില്ല. അതങ്ങനെ തന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ അത് വിഷ്വലൈസ് ചെയ്ത്. ശരിക്കും മെഡിറ്റേഷനിൽ നമ്മളൊരു സംഭവം വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷൻ കൊണ്ടുള്ള വലിയ മെച്ചത. നമ്മൾ ആ സംഭവം നെഗറ്റീവായി പോകാൻ സാധ്യതയുള്ള ഒരു സംഭവത്തിന് നമുക്കത് പോസിറ്റീവായി വന്ന് അൽഹംദുലില്ലാഹ് വളരെ ക്ലിയർ ആയി. ഇപ്പം ആ കുട്ടി ബാക്ക് ടു നോർമലൈസ്. അപ്പൊ ഇതൊക്കെ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അടുത്തത് ഡിസിഷൻ മേക്കിംഗ്.
തീരുമാനങ്ങൾ എടുക്കാനേ കഴിയൂ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് പലരുമായിട്ട് ചർച്ച ചെയ്യാം. ആരും അറിയുന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ ഒരു മെന്റർ ഉണ്ടെങ്കിൽ മെന്ററായിട്ട് സംസാരിക്കുക, ഇതെങ്ങനെ ചെയ്യും, എന്നിട്ട് ഒരു തീരുമാനം നമ്മളതായിട്ട് നമ്മൾ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലസ് ഓർ മൈനസ് അതിൽ ഉറച്ചു നിൽക്കുക. എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ആ ഡിസിഷൻ മേക്കിംഗ് പവർ നമ്മൾ ആ കഴിവിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാൽ അത് ലൈഫ് സ്കില്ലിലെ മൂന്നാമത്തെ ഒരൈറ്റാണ്. നമ്മൾ അതിനെ വർദ്ധിപ്പിക്കണം, ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ ഞാനിതിൽ ഒരു ദിവസം ഇതിനെ പറ്റി ചെറുങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അന്ന് എന്തോ ഒരു സ്പീക്കർ പെട്ടെന്ന് ലീവായപ്പോ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേച്ചിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുമ്പോ നമ്മൾ ഇന്നത്തെ കുട്ടികളൊക്കെ നമ്മൾ അത്യാവശ്യം കാശുള്ളവനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ കയറ്റി ഓട്ടോറിക്ഷ സ്കൂളിലാക്കി അങ്ങനെ. അതേ സമയത്ത് അങ്ങനെയുള്ള കുട്ടി, അങ്ങനെ വളർന്നു വരുന്ന കുട്ടിക്ക് എന്താ കുഴപ്പം, അവന് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉണ്ടാവില്ല. നമ്മളൊരു സാധനത്തിന് ഇപ്പൊ അടുത്തൊരു വൈറലായ ഒരു ഇത് കണ്ടിരുന്നു ഷോർട്ട്. ഒരു കുട്ടീനെ സാധനത്തിന് പറഞ്ഞയക്കുന്ന എല്ലാരും കണ്ടുകളോ എനിക്കറിയില്ല. അപ്പൊ ലിസ്റ്റില് വീട്ടിൽ നിന്ന് സാധനം വാങ്ങാൻ പറഞ്ഞ അരി വേണം എന്നപ്പം പീഡിയക്കാരൻ ചോദിച്ചു എന്തരിയാ വേണ്ടത്, പച്ചരിയാണോ വേണ്ടി, മട്ടരിയാണോ വേണ്ടി. അപ്പൊ ഇവനാകെ കൺഫ്യൂഷൻ. പൊടി മൈദപ്പൊടി വേണമോ ഗോതമ്പപ്പൊടി അതിലുള്ള വെറൈറ്റീസ് ചോദിച്ചു. ഇവൻ അവസാനം ആ സഞ്ചി ഇത് ഇട്ട് ഒരൊറ്റ കയറിഞ്ഞിട്ട് ഇവൻ അവിടെ പോകുന്നു. മതി നിങ്ങളെ സാധനം വേണ്ടെന്ന്. കാരണം അയാൾക്ക് ഓരോ ഐറ്റത്തിനും അപ്പൊ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഇല്ലാത്തതിന്റെ ഫലമാണ്. ഇപ്പൊ വീട്ടിൽ ആവശ്യമുള്ള സാധനം ഇന്ന അരിയാണ് വീട്ടിൽ. ഇവൻ ദിവസം ഭക്ഷണം കഴിക്കുന്ന ആളാ വീട്ടിൽ നിന്ന്. ഇവർക്ക് എനിക്ക് ഏത് അരിയാ വേണ്ടെന്ന് ചോദിച്ചപ്പോ അവർക്ക് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ നമ്മൾ ഈ ഇപ്പോഴത്തെ ബോയിലർ കോഴിനെ പോറ്റുന്ന മാതിരി കുട്ടികളെ പോറ്റിട്ട് കുട്ടികൾക്ക് ഒരു സ്വന്തമായിട്ട് അവർക്ക് പുസ്തകം അവരെ സബ്ജക്റ്റ് അവർ പഠിച്ചിട്ടുണ്ടാവും. അല്ലാതെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇന്നത്തെ ജനറേഷനിൽ. ഇപ്പൊ ഇന്നലെ എനിക്ക് തന്നെ ഒരു അനുഭവം. എന്റെ ഒരു ഗ്രാൻഡ് സൺ ഗ്രാജുവേറ്റ് ആയിരിക്കുന്നു. അപ്പൊ ഞാനും അവനായിട്ട് പോയപ്പോ ബാങ്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ ചെക്ക് ബുക്ക് എടുത്തിട്ട് ചെക്ക് ലീഫ് എടുത്തിട്ട് വന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്താണ്. ഇവങ്ങനെ തിരിഞ്ഞ് കളിക്കുക. കാരണം ഓരൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പഠിച്ചതാണ്, ഇതില്ല. അപ്പൊ ഒരു ചെക്കില് പേന്റെ അവിടുത്തെ എന്താ ഇത് ഇവിടെ എന്താ ഇതിന്റെ പേ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ ഈ ലൈഫിൽ ഇനി മുന്നോട്ട് കൊണ്ട്. അല്ലെ നമ്മക്കിതിപ്പോ നമ്മൾ ഇങ്ങനെ OTP വരും, അത് അടിച്ചു വെച്ചാൽ പണി കഴിഞ്ഞില്ലേ. നിങ്ങളെ ബാങ്കിൽ ആദ്യമായിട്ടാവും ബാങ്കിന്റെ ഉള്ളിൽ കയറുന്നത്. അപ്പൊ ന്യൂജൻ ഇപ്പൊ ബാങ്കിലേക്കും അങ്ങനെയുള്ളതൊന്നും വരുന്നില്ല. അപ്പം അതൊരു ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് വലിയൊരു സംഭവമാണ്. ഇപ്പൊ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ ഒരു കുട്ടി നമ്മൾ വിചാരിക്കും റോഡ് ക്രോസ് ചെയ്യാൻ അതെന്താ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ആ ക്രോസിങ് അതിൽ അവൻ ആ ഡിസിഷൻ എടുക്കുക. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റിൽ ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അത് ലക്ഷത്തിന്റെ പരിപാടി ആയതിന്റെ ഇടയ്ക്കുള്ള കോടിന്റെ പരിപാടിയായിരിക്കും. കറക്റ്റായിട്ട് നമ്മൾ ആ തീരുമാനം എടുക്കുന്നുള്ള അതിപ്പോ റോഡ് ക്രോസിംഗിൽ അതേ സെയിം പ്രിൻസിപ്പിളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചാൻസുകൾ ന്യൂജൻ കുട്ടികൾക്ക് മിസ്സായി കഴിയും. ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർജിക്കേണ്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് അവനെ നമ്മൾ മാറ്റി നിർത്തുക. എല്ലാം നമ്മൾ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് ആയി കൊടുത്തിട്ട് ഈ കുട്ടി ലൈഫിൽ വരുമ്പോൾ മേലോട്ട് കൊടുക്കുക. അപ്പൊ അതൊന്ന്. പിന്നെ ഇന്റർപേഴ്സണൽ സ്കില്ല്, അത് നാലാമത്തതാണ്. വ്യക്തികൾ തമ്മിൽ അത് ഒരു കണക്ഷൻസ് വർദ്ധിപ്പിക്കുക. നമ്മൾ ദിവസം രാത്രി ആലോചിക്കും ഇന്നത്ര പുതിയ ആളെ പരിചയപ്പെട്ടു, ഇന്നത്ര ആള് നമ്മളെ കണക്ഷൻ ലിസ്റ്റിലേക്ക് വന്ന് കയറി. ഇന്റർപേഴ്സണൽ സ്കില്ല് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ലൈഫ് സ്കില്ല് ന്റെ ഒരു നാലാമത്തെ പോയിന്റ് ആയിട്ടാണ്. ഇത് വലിയൊരു സംഘടന, ലോകാരോഗ്യ സംഘടന ഇറക്കിയ സംഭവമാണ്. അവർക്ക് വളരെയധികം റിസർച്ച് ചെയ്തിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കഥ വായിച്ച കുറെ ഉണ്ട്. ലാസ്റ്റ് ആറ്റിക്കുറിച്ച് ഒരു 10 ഇപ്പൊ വന്നത്. അത് വ്യക്തികൾ തമ്മിലുള്ള ഇന്റർപേഴ്സണൽ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അഞ്ചാമത്തത് എംപത്തിയാണ്. എംപത്തി എന്നാൽ സിമ്പത്തി എല്ലാവർക്കും ഉണ്ടാവും. എംപത്തിയാണ് നമുക്ക് വേണ്ടത്. ഇന്നിപ്പോ ഒരു
വലിയ പോസ്റ്റിലേക്കൊക്കെ ഒരാളെ നിയമിക്കുകയാണെങ്കിൽ, സപ്പോസ് CEO ലെവലിൽ ഇപ്പം ഒരാളെ നിയമിക്കാൻ, അയാൾ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിരിക്കും, അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനത്തെ ഒരാളിൽ ഇപ്പം ഒരു 5000-1000 കോടിന്റെ ഒരു ടേൺ ഓവറുള്ള കമ്പനിയിലേക്ക് വന്നു. പക്ഷെ അവർക്ക് ഇപ്പൊ ഞാൻ അടുത്തൊരു പുസ്തകത്തിൽ വായിച്ചത്, ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ടീമിന്റെ കൂട്ടത്തിൽ 1 hour ഡ്രൈവിന് പറഞ്ഞേക്കട്ടെ. ആ ഡ്രൈവിങ്ങിലുള്ള അയാളെ ആറ്റിറ്റ്യൂഡ് നിന്ന് അയാൾക്ക് സൊസൈറ്റിനോടുള്ള അയാളെ നിലപാട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ചിലരുടെ കൂടെ ഡ്രൈവിങ്ങിൽ പോകുമ്പോൾ മറ്റൊന്നൊന്ന് ചെറുങ്ങനൊന്ന് തെറ്റിയാൽ ഇവൻ എന്തെല്ലാം തെറി പറയാ, ഇവ എവിടേക്ക് നോക്കിയപ്പോ എന്ത് കളി. ഞാനിങ്ങനെ ഒരാളെ കുറിച്ച് പോകും, ഞാൻ പറഞ്ഞു അവന് റോഡ് പബ്ലിക് റോഡ് എല്ലാവർക്കും ഉള്ളത്. അപ്പോ എന്നാൽ ഇങ്ങനെ ഡ്രൈവർ മൈൻഡാണ്, നീ ഇപ്പൊ പറഞ്ഞതിന്റെ തെറ്റാണ്, അത് വിട്ടുകളയാ, ലീവ് ഇറ്റ്. അപ്പൊ അത് എമ്പത്തി ഉള്ളൊരു എന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ EQ ആണ് ഇപ്പൊ പൊതുവെ എല്ലാത്തിലും IQ-നെക്കാട്ടിയും പ്രിഫറൻസ് കൊടുക്കുന്നത് ഏത് ഇന്റർവ്യൂ ബോർഡിൽ. ഇയാളെ EQ എന്താണ്, EQ നന്നായ ആൾക്ക് ഇന്റർപേഴ്സണൽ സ്കില്ലിന് ഉണ്ടാവും. അയാൾക്ക് ഒരു ഓഫീസിൽ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, എല്ലാരും പാടെ ഒരു വൈബ്, ആ നല്ലൊരു വൈബ് സൃഷ്ടിക്കാൻ പറ്റും. മറ്റത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ തന്നെ ആയിരിക്കും, അങ്ങനെ എമ്പതി ഇല്ലാത്തത്. അത് അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. സംസാരിക്കാൻ നമ്മുടെ ആശയം അടുത്ത ആൾക്ക് പറഞ്ഞ് കേൾക്കണം. ശരിക്കും ഒരാളൊരു വാക്ക് ടോണൊക്കെ ക്ലിയർ ആയിരിക്കും. അപ്പൊ ഞാൻ തന്നെ ഇപ്പോ സപ്പോസ് ഞാൻ പറയാണ് ജോണി വളരെ മോശമാണ് അവിടെ, അപ്പൊ ഞാൻ തന്നെയാണ് ജോണി മോശമാണ്. അടുത്തതിൽ ഞാൻ പറഞ്ഞിട്ടില്ല ജോണി മോശമാണ്. അപ്പൊ ഓരോ ടോൺ ഒരേ വാക്കാണ്, പക്ഷെ ടോൺ ഓരോ ഭാഗത്ത് മാറുമ്പോൾ കയറുമ്പോൾ അതിന്റെ വ്യത്യാസം വരും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ടോണ് കൺട്രോൾ ശരിക്ക് ഒരു വലിയൊരു മാറ്ററാണ്. പിന്നെ ഒരു വിഷയത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അടുത്തത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് നമ്മൾ ഒരു വിമർശനാത്മകമായിട്ട് കാണുക. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് നമ്മൾ ഒരു തേർഡ് പാർട്ടി എന്ന ഒരു വേറെ വ്യൂ കൂടെ അത് നോക്കും. അപ്പോ അതിനാണ് ക്രിട്ടിക്കൽ. അതും നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു നൈപുണ്യമാണ്. പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ്. അടുത്ത ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനൊരു ഒരു വിഷയം കിട്ടുമ്പോൾ അത് എങ്ങനെ എത്ര വേഗം എത്ര എളുപ്പത്തിൽ സോൾവ് ചെയ്യാം, ഒരു ക്രിയേറ്റീവ് ആയിട്ട് കാണാൻ ഒരു സംഭവം, ആ സ്കില്ലും നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കേണ്ടതാണ്. പിന്നെ വരുന്നത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കാവുന്ന. സമ്മർദ്ദം ഇല്ലാത്ത ലൈഫില്ല. സ്ട്രെസ് ബിമാജിക് മെമ്പേഴ്സിന് സ്ട്രെസ് കുറയും, കാരണം അവർ മെഡിറ്റേഷനിലുണ്ട്, അവരുടെ മൈൻഡ് കുറച്ചൊക്കെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. ഈ മൈൻഡ് പറയും C-ലെവലിലെത്തും മെഡിറ്റേഷൻ. C-ലെവൽ തന്നെ മനസ്സിലായില്ലേ, എല്ലാ വെള്ളവും സമുദ്രത്തിലെത്തും, പക്ഷെ സമുദ്രം അതിന്റെ ടേസ്റ്റും അതിന്റെ ലെവലും എപ്പോഴും കീപ്പ് ചെയ്യും. അതേമാതിരിയാണ് C-ലെവൽ. നമ്മുടെ മൈൻഡിൽ നല്ല വിഷമുള്ള സമയം വരും, ഏറ്റവും നല്ല ടൈം വരും, ഏറ്റവും സന്തോഷമുള്ള ടൈം വരും, പക്ഷെ നമ്മളൊരു ലെവലിലായിരിക്കുന്നുണ്ട്, ആ C-ലെവലിൽ. അതാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സിൽ മെയിൻ എംഫസൈസ് ചെയ്യുന്നത്. അടുത്തത് കോപ്പിംഗ് വിത്ത് ഇമോഷൻ, വികാരങ്ങൾ, ദേഷ്യം, സന്തോഷം, ഇതൊക്കെ എല്ലാം. ദേഷ്യം വന്നാൽ എങ്ങനെ പ്രതികരിക്കണം, അങ്ങനെ വികാരങ്ങൾ ഉണ്ടല്ലോ മനുഷ്യന്റെ, അസൂയാദി, അങ്ങനെയുള്ള അഹങ്കാരം, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എങ്ങനെ ചിന്തിക്കാം. സമയം വൈകില്ലേ, ഐ എം സോറി. അപ്പൊ ഏകദേശം ലാസ്റ്റ് ആയല്ലോ, റൈറ്റ്. ഇതാണ് ഈ 10 പറഞ്ഞെന്ന് വിചാരിക്കും. മനേട്ട 10 ആയോ? 10 റൈറ്റ്. അപ്പൊ ഓക്കെ, താങ്ക് യു. എന്നെ എല്ലാം ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു.
താങ്ക് യു. ഈ ബി മാജിക് എന്ന പ്ലാറ്റ്ഫോം എനിക്ക് ഈ അവസരം നൽകിയതിന് അതിന്റെ ഫൗണ്ടേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. താങ്ക് യു all. ഓക്കെ ബഷീർ സർ, താങ്ക് യു സോ മച്ച്. എനിവേ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു സെഷൻ എന്നതിലുപരി ഒരുപാട് സാറിൻ്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. സോ ടീം മെമ്പേഴ്സ്, എന്താണ് ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ നീ സജഷൻസോ എക്സ്പീരിയൻസോ ഷെയർ ചെയ്യാനുണ്ടോ? കൃഷ്ണമൂർത്തി സർ. ഓക്കെ പ്രീത മാം. ഹലോ, മാജിക് മോർണിംഗ് ഓൾ. ബഷീർ സാറ് 5 years ആയി എന്ന് പറഞ്ഞു. ഞങ്ങളും ഏകദേശം COVID-19 ആ ഒരു കോവിഡ് ബാധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത് ബി മാജിക്കിലേക്ക് വരുന്നത്. അപ്പൊ പറഞ്ഞ പോലെ ഇത് തുടക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ എന്താന്ന് വെച്ചാൽ അവിടുന്ന് ആ ഒരു സ്ട്രെസ്, ഇപ്പൊ സാറ് സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടുന്ന് ആ കിട്ടിയിട്ടുള്ള ആ ഒരു ഇമോഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു കോവിഡ് ബാധിച്ച ആ ഒരു സമയം. അപ്പോ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങള് ഇത് പിന്തുടർന്ന് പോകുന്നത് തന്നെ നമ്മുടെ ഈ ബി മാജിക്കിന്റെ ഈ ഒരു ഭയങ്കരമായിട്ട് എന്തെന്നറിയോ, നമുക്ക് ഈ സ്ട്രെസ് വളരെ കുറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും ഇത് ഫോളോ ചെയ്യുന്നത്. എന്തായാലും സാറ് അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ വളരെ നല്ലൊരു ക്ലാസ്, അതായത് കുറച്ച് സമയം കൊണ്ടായിരുന്നു സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എന്തായാലും 5 years ആയി എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു സന്തോഷം. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി നമ്മൾ ഇത്രയും ഇതായിട്ട് പോകുന്നുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു പ്രീത മാം. Then വേറെ Thank you, sir. Yeah, മാജിക് മോർണിംഗ്. പിന്നെ വളരെ നന്നായിരുന്നു. എന്നാൽ കുറച്ച് വീഡിയോയിൽ വരാൻ പറ്റിയില്ല. പിന്നെ മോളെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടണം, അതിന്റെ കുറച്ച് തിരക്കിലായി പോയി. ഹലോ, ബാംഗ്ലൂർ പോവാ. പിന്നെ ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു, എല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, താങ്ക് യു സർ. ദെൻ വേറെ ആരാണ് നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സത്യത്തിൽ 5 വർഷമായി ബി മാജിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഞാൻ തന്നെ വന്നിട്ട് ഇപ്പൊ ഒരു 1.5 വർഷമൊക്കെ ആവണം. പക്ഷെ ഓരോ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല നല്ല ക്ലാസ്സുകൾ തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോ സ്പെഷ്യലി സാറിനെ പോലെയുള്ള ഒരു നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, സന്തോഷത്തെക്കാൾ കൂടുതൽ അഭിമാനമാണ് നമ്മൾ ഇതിൽ ഒരു പങ്കാളിയാണ് എന്നതിൽ. അപ്പോ ഒരുപാട് ലൈഫ് സ്കില്ലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ പതുക്കെ പ്രാവർത്തികമാക്കുന്നതിൽ എന്താ പറയാ ആണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ബി മാജിക്കിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ സ്വയം ആ ചേഞ്ചസ് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. അത് നമ്മൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവര് നമ്മളോട് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതും. അത് ബി മാജിക്കിലൂടെയാണ് നമ്മൾക്ക് ഇങ്ങനൊരു എന്താ പറയാ മാറ്റം ഉള്ളത് എന്ന് നമ്മളും തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. താങ്ക് യു ദിവ്യ മാം. വേറെ ഇതിലെല്ലാരും ഉണ്ടല്ലോ, നമ്മുടെ ജൂബി മാം. മാജിക് മോർണിംഗ്. ഓക്കെ, നൗഫൽ സർ. ബഷീർ സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം അനുഭവങ്ങൾ എല്ലാ ഭാഗങ്ങളോടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയാ, ഒരു പുസ്തകം വായിച്ച അതേ ഫീലിംഗ് ആണ് ബഷീർ സാർ ക്ലാസ് എപ്പോഴും കേൾക്കും. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ, ഒരുപാട് ഏജുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ക്ലാസ് നമ്മൾ കേൾക്കുക പറഞ്ഞാല് നമുക്ക് ഒരു തലമുറ കൂടി നമ്മൾ ജീവിച്ചൊരു ഫീലിംഗ്. കാരണം അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുക, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അനുഭവ സമ്പത്താണ്. അതേപോലെ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കൂടി ഇതിൽ കിട്ടി എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളൊരു എക്സ്പീരിയൻസിലൂടെ ബഷീർ സാർ പറഞ്ഞു. അതേപോലെ 5 വർഷമായി എന്ന് പറഞ്ഞപ്പോൾ ഒരു അത്ഭുതം. ഞാനും അതേപോലെ തന്നെ കൊണ്ടോട്ടിയിലുള്ള സമയത്ത് ഹിദായത്ത് സാറ് കൂടെ അങ്ങനെ നടക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞത്. അന്ന് 7 or 8 ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ.
ആ സമയം മുതൽ ഇതുവരെ ഒരു കൺസിസ്റ്റൻസ് ആയി നമുക്കിത് തുടരാൻ പറ്റി എന്നുള്ളത് ഇടക്കാലത്തൊരു ഗ്യാപ്പ് വന്നെങ്കിലും വീണ്ടും ഇതിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ അതിൻ്റെ ദോഷം മനസ്സിലാക്കുകയും ഇതിൻ്റെ ഗുണം തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഇതിൽ നിന്ന് എന്താ പറയുക പിന്നെ ഒരു പിന്മാറ്റം കഴിഞ്ഞില്ല, ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി എന്ന് തന്നെ പറയാം. ബിമാജിക്ക് എന്ത് പരിപാടിയോ അല്ലെങ്കിൽ എന്ത് അസുഖങ്ങളോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളോ വന്നാലും ഇതിന് വിട്ടു നിൽക്കാൻ തോന്നാത്തതിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും റീഫ്രഷ് കിട്ടുന്ന ഒരു സംഭവമാണ് സത്യത്തിൽ ബിമാജിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ താങ്ക് യു മിസ്റ്റർ സാർ, താങ്ക് യു ഓൾ. താങ്ക് യു നോക്കസ്. ഓക്കെ, താങ്ക് യു ഓക്കെ, നൗഫൽ ഹലോ ബഷീർ സാർ, നമസ്കാരം. നമസ്കാരം. സൂപ്പർ ആയിട്ടുണ്ട്. 5 വർഷം ആയതൊന്നും അറിഞ്ഞില്ല, സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ അറിയുന്നത്. ഞാനൊരു 18-ൽ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കോവിഡിന്റെ ആ തൊട്ട് മുമ്പാണ്. എന്താണേലും അന്ന് തൊട്ട് ഇന്ന് വരെ മാക്സിമം ദിവസങ്ങളിൽ കയറുകയും അതുപോലെ തന്നെ നമ്മുടെ റുട്ടീൻസ് ആണെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിക്കും കിടക്കുന്നതിന് മുമ്പ് ഒരു വിഷമം പോലെയാണ്. അതുപോലെ മനസ്സിന് നന്നായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ബിമാജിക്. പിന്നെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒക്കെ അത് മാനേജ് ചെയ്യാനൊക്കെ ശരിക്കും ബിമാജിക് എന്ന കമ്മ്യൂണിറ്റി വളരെയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാർ ഇപ്പം പറഞ്ഞ ലൈഫ് സ്കിൽസ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും ഇല്ലാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അവര് പല പല മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പിള്ളേർക്ക് ഒരു കാര്യം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരോട് പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്നതെന്ന് ഒന്നും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ മക്കൾ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് യങ് ജനറേഷൻ. അപ്പം അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കൂടുതൽ ഈ ക്ലാസ് ഹെൽപ്പ് ചെയ്യും. എനിക്കും ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം സാറിന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനും മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു അഡ്വൈസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും നന്നായിട്ട് ഉപകാരപ്പെട്ടു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷീല. ഓക്കെ, താങ്ക് യു ഷീല മാം. വേറെ ആരാ സംസാരിക്കുന്നത്? നമുക്കിതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെന്ന്. മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കാം സർ. ആ ബഷീർ സാർ നമസ്കാരമുണ്ട്. നല്ലൊരു പ്രസന്റേഷൻ ആണ്, ബ്യൂട്ടിഫുൾ. അതായത് ലൈഫ് സ്കില്ല് ശരിക്കും പറഞ്ഞാൽ മഹത്തായ ഒരു കാര്യമാണ്. അത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മളത് അതിലേക്കൊരു ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ വളരെയധികം മെച്ചം ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ളത്. ഇപ്പം ഈ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ സെൽഫ് അവയർനെസ് ആയാലും ശരി, ക്രിട്ടിക്കൽ തിങ്കിങ് ആയാലും ശരി, എംപതി ആയാലും ശരി, ഇന്റർപേഴ്സണൽ റിലേഷൻ ആയാലും ശരി, എല്ലാം നമ്മൾ അതിലേക്ക് ശരിക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ ഒരു പ്രത്യേക ഒരു മനുഷ്യനായി തന്നെ മാറാൻ പറ്റുമെന്ന് പറയാനുള്ളത്. അപ്പൊ ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആ ഇതിൽ പറഞ്ഞ ഒരു 10 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതിലുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കാനും മുഴുവനും പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന നല്ല നല്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരെങ്ങനെ വളരണം വരെ ഇന്നത്തെ അത് സ്വന്തം ലൈഫിലെ എക്സ്പീരിയൻസും മറ്റ് പല എക്സാമ്പിൾസും, അതായത് റോഡ് ക്രോസ് ചെയ്യേണ്ട കാര്യം ശരി, ഷോപ്പിൽ നിന്നും സാധനം വാങ്ങുന്ന കാര്യമാണ്, അരിന്റെ കാര്യമാണ് ശരി, അതിപ്പോ കുട്ടികളിൽ ഒരു അവയർനെസ് സൃഷ്ടിക്കാനും അവരൊരു മെച്ചപ്പെട്ട വ്യക്തികളായിട്ട് വളർത്താനും പറ്റുന്ന ഒരു നല്ല നല്ല കാര്യങ്ങൾ അറിവുകളാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് പറഞ്ഞാല് ഇന്നിപ്പോ 5 കൊല്ലം പെട്ടെന്ന് മനസ്സിലായിട്ടില്ല ആദ്യം, പക്ഷെ ഒരു ഗസ് അടിച്ചെന്നുള്ളൂ. പക്ഷെ അത് ഞാൻ ഒരു 3 കൊല്ലത്തിൽ വരെ ആയിട്ടുണ്ടാവും. പക്ഷെ അതിന് കാരണക്കാരൻ ബഷീർ തന്നെയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ കോവിഡിന്റെ സമയത്ത് വെറുതെ ഒരു മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് വീട്ടിൽ വരുന്നതും ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് 3 കൊല്ലം കഴിഞ്ഞെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിന് വളരെയധികം നന്ദി പറയാണ്, ഇത്രയധികം അറിവുകൾ കിട്ടാനും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനും ഒരു ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന് ഈ ബിമാജിക്കിന്റെ ഫൗണ്ടേഴ്സിനോടും നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ കൂടെ നിന്ന എല്ലാ വ്യക്തികൾക്കും ഈ മെമ്പർമാർക്കും പ്രത്യേകം നന്ദി പറയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് അതിന് സ്പെഷ്യൽ നന്ദി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ജീവിതയാത്രയിൽ എനിക്ക് അതിൽ കൂടെ നിൽക്കാൻ പറ്റി, അല്ലെങ്കിൽ പലപ്പോഴും ആ ക്ലാസ്സിലും കോളേജിലും ഒക്കെ കൂടെ ഉണ്ടാകാനും ഇപ്പോഴും അത് സൗഹൃദം തുടർന്ന് കൊണ്ടുപോകാനും പറ്റുന്നതിൽ അതിയായ ഒരു സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഭിമാനം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വ്യക്തിനെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഏറെ ഞാൻ
ആഹ്ലാദിക്കുകയാണ്, അത് അഭിമാനിക്കുകയാണ്. അപ്പം ഇത്ര ഒരു നല്ല ക്ലാസ് തന്നതിനും കൂടെ നിൽക്കാൻ പറ്റിയതിനും ഒക്കെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി, താങ്ക് യു. ഓക്കെ, താങ്ക് യു ബഷീർ സാറേ. ഞാൻ വിൻസെന്റ്. സാറ് പറഞ്ഞ ആദ്യത്തെ കാര്യം തന്നെ ഞാൻ എടുക്കുന്നത് സെൽഫ് അവയർനെസ്. അതാണ് ഈ ബി മാജിക്കിലൂടെ എല്ലാവർക്കും ലഭ്യമാകുന്ന, അല്ലെങ്കിൽ വളരെ സ്വയം നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ്. സാർ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് തോന്നിയത്. എനിക്കും ഒരു സെൽഫ് അവയർനെസ് കിട്ടാനായിട്ടുള്ള കാരണം ഈ ബി മാജിക്കിലൂടെ വന്നതുകൊണ്ടാണ്. ഞാൻ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാറില്ല സാധാരണ, സൈലന്റ് ഇരിക്കണം. സാറും ഒക്കെയാണ്. അപ്പൊ ബഷീർ സാറിന്റെ വേറൊരു കാര്യം ഞാൻ നോക്കിയിട്ടുള്ളത്, 2 വാക്കെങ്കിലും പറയുകയാണെങ്കിലും ആ പറയുന്നതിലൂടെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. ആരുടെ ക്ലാസ് ആയിക്കോട്ടെ, ആ ക്ലാസ്സിന്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ തന്നെ ആ അഭിപ്രായത്തിലൂടെ നമുക്ക് വീണ്ടും ഒരു +1 കൂടെ കിട്ടുന്നതാണ്. അങ്ങനെ ഒരു മനസ്സാർ പറഞ്ഞ ഒരു അനുഭവ സമ്പത്തായിരിക്കാം ഈ സാറ് ചെറുപ്പം മുതലേ വായിച്ചിട്ടുള്ള ബുക്കുകളുടെ ആ ഒരു അറിവായിരിക്കാം. ഞാനും ബുക്സ് വായിക്കാറുണ്ട്, പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. വായിച്ചു പോകുന്നതല്ല, അന്ന് എനിക്കത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവെനിക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായി നമ്മൾ സ്വയം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊന്ന് ഇമ്പ്രൂവ്മെന്റ് വരുത്തണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് അറ്റ്ലീസ്റ്റ് വരുമ്പോൾ തന്നെ അത് തന്നെ നല്ലൊരു കാര്യമാണ്. അതിന് ഈ ബി മാജിക് സാറിനെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ള ആൾക്കാരുടെ ക്ലാസ്സുകളും എല്ലാ ക്ലാസ്സുകളും കൂടെ എടുക്കണം. എല്ലാവരും ക്ലാസ് വളരെ വളരെ നല്ല നല്ല ക്ലാസ്സുകളാണ്. ഇത് വളരെ എനിക്ക് അതിന് അഭിമാനം തോന്നുന്നു. 5 കൊല്ലത്തേക്ക് ഞാൻ 5 കൊല്ലം ഉണ്ടായില്ല, എന്നാലും എനിക്ക് പറഞ്ഞൊരു 3-4 കൊല്ലം ഞാൻ ഉണ്ടായിരുന്നു ഇതിൽ. കൂടുതൽ എനിക്ക് ഇതിൽ പങ്കുവയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല, പങ്കെടുക്കാനും പറ്റിയിട്ടില്ല. ഞാൻ സാധാരണ അഭിപ്രായം പറയാറില്ല, കാരണം എനിക്ക് ഇവിടെ കിടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിവേ സാറേ, വളരെ നന്ദി. ലൈഫ് സ്കിൽസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് WHO ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതൊരു അറിവാണ്. അത് അതിൻ്റെ ഈ പറഞ്ഞ പോലെ എംപതിയും നമ്മൾ മറ്റേ ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഇതെല്ലാം ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട അത്യാവശ്യ കാര്യമാണ്. ഷീല മാം പറഞ്ഞ പോലെ, ശ്രീജ മാം ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു അവബോധം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വളരെ വിജയിക്കാൻ പറ്റും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദ ബി മാജിക് ഓർഗനൈസേഷൻ. ഓക്കെ, താങ്ക് യു വിൻസെന്റ് സർ, താങ്ക് യു സോ മച്ച്. എനിവേ നമ്മുടെ ഒരു ബി മാജിക്കിന്റെ ജേണിയിൽ നമ്മുടെ കൂടെ നിന്നറിയ ഒരുപാട്, ഇപ്പൊ ബഷീർ സാർ ആയാലും മണി സാർ ആയാലും ശീലമേലും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും, നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോണ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നമുക്ക് ഒരുപാട് 5 വർഷമല്ല 10 വർഷമല്ല, എത്ര വർഷമാണോ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത് അത്രയും നമുക്ക് എത്തിക്കാൻ പറ്റണം. സോ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തല്ലോ, 6:30 ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു ബഷീർ സാർ. താങ്ക് യു ഓൾ. Thank you very much. Thank you all. Thank you very much.